Hello dears, welcome to Thunder Kitchen Recipes. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷിന്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിന്റെ കൂടെയും കഴിക്കാൻ വളരെ നല്ലൊരു കറിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാം. നല്ല രുചിയുള്ള ഒരു കറിയാണിത്. പിന്നെ പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ നല്ല ആരോഗ്യപ്രദമായ ഒരു കറിയും കൂടിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കുക. കടുക് നല്ലതുപോലെ പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ചേർക്കേണ്ടത് പൊടിയായി അരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കൊത്തിയരിഞ്ഞ സവാളയും വേണം. നമുക്ക് ആദ്യം ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് നല്ലതുപോലെ ചൂടാക്കാം. 1 മിനിറ്റ് നല്ലതുപോലെ ചൂടാക്കുക. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കൊത്തിയരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സവാള ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യുക. സവാള മൊരിഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് വേപ്പില ചേർക്കാം. വേപ്പില ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം. നാടൻ മുളക് പൊടിയോ അല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഏതെങ്കിലും ഇഷ്ടമുള്ളത് ചേർക്കാം. പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുള്ളതാണ്, അപ്പോൾ എരിവ് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യുക. നന്നായിട്ട് ഇളക്കി കൊടുത്ത് പൊടികളുടെ പച്ചമണം എല്ലാം മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് തിളപ്പിക്കുക. നന്നായി തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ ചിരകിയ തേങ്ങ ചേർക്കുക. ഒന്ന് ഇളക്കി കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് ചൂടാക്കുക. ഇനി ഇതിലേക്ക് കഷ്ണങ്ങളാക്കിയ പപ്പങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കഷ്ണം പപ്പങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം 350 ഗ്രാം ഉണ്ടാവും. ഇതിൻ്റെ തൊലിയും ഉള്ളിലെ കുരുവും കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. അങ്ങനെ എടുത്ത പപ്പങ്ങ കഷ്ണങ്ങളാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തത്. ഇനി മസാലയുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. മീഡിയം ഹീറ്റിൽ വെച്ച് നന്നായിട്ട് പപ്പങ്ങ കഷ്ണങ്ങളൊക്കെ ചൂടായി കഴിയുമ്പോൾ മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് ചൂടാക്കുക. 3 മിനിറ്റിന് ശേഷം തുറന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേവിച്ച പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കാതെ വേവിച്ച പരിപ്പാണ്. കൂടുതൽ വെന്തുടഞ്ഞു പോകാതെ എടുക്കണം. പരിപ്പിൻ്റെ കൂടെ 1/4 കപ്പോളം വെള്ളവും കൂടി കാണും, അതും കൂടി ചേർക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഗ്രേവിയുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഈ വെള്ളമൊക്കെ ഏകദേശം വറ്റി കുറുകിയ പാകമാകുമ്പോൾ നമുക്കിത് തുറന്ന് വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. പരിപ്പിൻ്റെ ഗ്രേവിയൊക്കെ നല്ലതുപോലെ കുറുകി വരുന്നത് കൊണ്ട് കുറച്ച് ഗ്രേവിയോടുകൂടി എടുക്കണം. തണുത്ത് കഴിയുമ്പോൾ ഇതൊന്നുകൂടി തിക്കാവും. കുറച്ച് കൊഴുത്ത ഗ്രേവിയോടുകൂടി ഇരിക്കുന്ന കറിയാണ് നല്ലത്. ഇതുപോലെ ഇരിക്കണം നമ്മൾ ഉപയോഗിക്കുമ്പോൾ. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നാടൻ കറിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.